ഹലോ ഗായ്സ്, നമുക്കൊരു കിടിലൻ ഹെയർ ബാൻഡ് ചെയ്തെടുത്താലോ? അതിനായിട്ട് ഞാൻ ഇതുപോലത്തെ ഒരു ക്ലോത്ത് എടുത്തിട്ടുണ്ട്. ഇതൊരു ജോർജറ്റ് പോലത്തെ ഒരു ക്ലോത്താണ്. നിങ്ങൾക്ക് ഏത് ക്ലോത്ത് വേണേൽ എടുക്കാം. അപ്പോൾ ഇതിൻ്റെ നീളം എന്ന് പറയുമ്പോൾ ഒരു 15ഉം വീതി എന്ന് പറയുമ്പോൾ ഒരു 12ആണ് എടുത്തത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു സൈസിലും തുണി വേണമെങ്കിൽ ഏത് വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം. പിന്നെ ഞാൻ ഇതിൻ്റെ അറ്റത്തായിട്ട് ഇങ്ങനെ ഗ്ലൂ ഒന്ന് അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോഴാണ് എൻ്റെ ഗ്ലൂ തീരെ വരാത്തതായിട്ട് ഞാൻ കാണുന്നത്. അപ്പോൾ ഞാൻ ഗ്ലൂ ഒന്ന് മാറ്റുന്നുണ്ട്. അപ്പോൾ ഇതുപോലൊന്ന് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഇതുപോലെ നമുക്ക് ഫോൾഡ് ചെയ്തെടുക്കാനുണ്ട്. അപ്പോൾ ഞാൻ ഗ്ലൂ മാറ്റിയിട്ട് അതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഇരിക്കും. അതിനുശേഷം ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഈ രീതിയിൽ ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ സെൻറ്ററിൽ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഈ രീതിയിലും കൂടി ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കേണ്ടതുണ്ട്. അപ്പോഴാണ് നമുക്ക് ഈ ഒരു സ്ക്വയർ രൂപത്തിൽ കിട്ടുക. അപ്പോൾ ഈ ഒരു സൈസിലാണ് നമ്മൾ ബോ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്കൊന്ന് സൂചിയും നൂലും വേണ്ടിയുണ്ട്. അപ്പോൾ ഞാനത് കെട്ടിട്ടിട്ട് ഇങ്ങനെ റണ്ണിങ് സ്റ്റിച്ചാണ് കൊടുക്കുന്നത്. അപ്പോൾ ഞാനെടുത്ത ഗ്ലൂവിൻ്റെ ഒരു ഷെയ്ഡ് ആ തുണിയിൽ കാണാനുണ്ട്. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ ഗ്ലൂ ഒന്ന് നല്ല ഗ്ലൂ എടുക്കുക. ഞാൻ എടുത്ത ഗ്ലൂ നല്ലതാണ്, പക്ഷേങ്കിൽ ഈ ക്ലോത്തിൽ ഇങ്ങനെ കാണുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്താക്കാം, ഇതൊന്നിങ്ങനെ ഒരു 3-4 വട്ടം ചുറ്റിയിട്ട് ഒന്ന് കെട്ടിട്ട് കൊടുക്കുക. അതിനുശേഷം ഒന്ന് ഷെയ്പ്പാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ കെട്ടിട്ടിട്ടുണ്ട്. അപ്പോൾ ഒന്നും കൂടി ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഒരു കെട്ടും കൂടി ഇടുന്നുണ്ട്. അപ്പോൾ ഞാൻ കെട്ടിട്ടിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് ബാക്കി വന്ന ഒരു ത്രെഡ് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. അതിന് ശേഷം ഇതുപോലത്തെ ഒരു പീസ് അവിടെ ഒട്ടിച്ചെടുക്കണം. അപ്പോൾ ഞാൻ ഇതുപോലത്തെ 2 ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ബോ ആയിട്ടുണ്ട്. ഇനി ബോൻ്റെ സെൻറ്ററിലായിട്ട് നമുക്കൊരു ബട്ടർഫ്ലൈ ചെയ്തെടുക്കാനുണ്ട്. അപ്പോൾ ബട്ടർഫ്ലൈ ചെയ്തെടുക്കുന്നൊന്നുമില്ല, ഇതിൻ്റെ ഒരു റെഡിമെയ്ഡ് പീസ് എൻ്റെ കയ്യിലുള്ളതുകൊണ്ട് ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് സ്റ്റോൺ ഒന്ന് ഒട്ടിച്ചെടുക്കാം. അപ്പം ഞാൻ ഫസ്റ്റ് ഈ തായലായിട്ട് ഒട്ടിക്കുന്നത്. അപ്പോൾ ഈ ഒരു ടൂളും ഈ ഒരു ഗമ്മും യൂസ് ചെയ്തിട്ടാണ് സ്റ്റോൺ ഇങ്ങനെ ഒട്ടിച്ചെടുക്കുന്നത്. അപ്പോൾ തായൽ ഒട്ടിച്ചിട്ടുണ്ട്. ഇനി മുകളിൽ നമുക്ക് എന്താക്കാം, ഒട്ടിച്ചിട്ട് കാണാം. അപ്പം ഞാൻ മുകളിൽ ഒട്ടിച്ചിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇരിക്കും ബട്ടർഫ്ലൈ. അപ്പോൾ അതിൻ്റെ സെൻറ്ററിൽ ഒരു ഐ ഷേപ്പ് പോലത്തെ ഒരു സിൽവർ കളർ ബീഡ്സ് ഉണ്ടായിരുന്നു. ബീഡ്സ് അല്ല, ഒരു സ്റ്റോൺ പോലത്തത്. അത് ഒട്ടിച്ചെടുക്കുക. അതിന് ശേഷം ഇതുപോലത്തെ ഒരു റാ എടുക്കുക. റാ എന്ന് പറയും, കമ്പി ഹെയർ ബാൻഡ് എന്നൊക്കെ പറയും. പിന്നെ ഇത് പണ്ട് ട്രെൻഡിങ് ആയിട്ടിരിക്കുന്ന ഒരു ഗ്ലിറ്റർ ട്യൂബാണ്, എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അപ്പോൾ അതെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിങ്ങനെ ഹെയർ ബാൻഡിലൂടെ ഇങ്ങനെ ഇൻസേർട്ട് ചെയ്തിട്ട് ഈ രീതിയിൽ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിൻ്റെ അറ്റത്ത് എന്താക്കാം, ഇതുപോലത്തെ ഒരു എൻഡ് ടാപ്പ് ഉണ്ടാവും. അത് നമുക്ക് എന്താക്കാം, ഒന്ന് അതിൻ്റെ അറ്റത്തിങ്ങനെ ഒന്ന് സ്റ്റിക്ക് ചെയ്തെടുക്കാം. അപ്പോൾ അതിങ്ങനെ ചുറ്റിക്കഴിഞ്ഞാൽ അതിൻ്റെ അറ്റത്തിങ്ങനെ കൂർത്ത് നിൽക്കും കുട്ടികളെ തലയിൽ. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒന്ന് ജസ്റ്റ് സീഗർ ലൈറ്റ് ഇട്ടിട്ട് ഒന്ന് യൂസ് ചെയ്യുന്നുണ്ട്. ഒന്ന് ജസ്റ്റ് ഒന്ന് ഉരുക്കിയെടുക്കുന്നുണ്ട്, ഒന്ന് ഷേപ്പാക്കുന്നുണ്ട്. അപ്പോൾ അതിങ്ങൾ ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചിട്ട് ചെയ്യാം. അതൊന്ന് ഇങ്ങനെ ഒരു ഈ കൂർത്തതെല്ലാം ഒന്ന് ഒതുക്കി വെച്ച് കഴിഞ്ഞാൽ കുട്ടികളെ തലയിൽ ഒന്നും ആവില്ല. അപ്പോൾ ഇങ്ങനെ ഇരിക്കും. അപ്പം നമ്മൾ ഹെയർ ബാൻഡിൻ്റെ പണി കഴിഞ്ഞ് ഇനി നമുക്ക് എന്താക്കണം, നമ്മൾ ചെയ്ത് വെച്ച സാധനം ഒക്കെ എടുത്തിട്ട് ഇതെല്ലാം ഒന്ന് ജോയിൻ ചെയ്യണം. ഇനി വേണ്ടതെന്ന് പറഞ്ഞാൽ ഈ ഒരു ബോയിൽ എന്താക്കുക, ഈ ബട്ടർഫ്ലൈ ഒട്ടിച്ചു കൊടുക്കുക, സ്റ്റിക്ക് ചെയ്തെടുക്കുക. അപ്പം ഞാനിത് ഇതുപോലെ ഒട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ തന്നെ കാണാൻ നല്ല ഭംഗിയുണ്ട്. നിങ്ങൾക്ക് അലിഗേറ്റർ ക്ലിപ്പിലോ ചെറിയ ബുഷിലോ അങ്ങനെ ഒട്ടിച്ചിട്ട് പെയർ ചെയ്യാം. ഞാൻ എന്തായാലും ഈ ഒരു ഹെയർ ബാൻഡിലാണ് ഒട്ടിച്ചെടുക്കുന്നത്. അപ്പം ഞാൻ ഈ ഒരു സെൻറ്ററിൽ നിന്നുള്ളൊരു അരുവിലാണ് ഈ ഒരു ഭാഗത്തായിട്ട് 2 ബോ എന്ന് വരുന്ന രീതിയിലാണ് ഒട്ടിച്ചെടുക്കുന്നത്. ഞാൻ മെയിനായിട്ട് ഒരു 1, 2, 3 വയസ്സുള്ള കുട്ടികൾക്ക് പറ്റിയൊരു ഹെയർ ബാൻഡാണ് ചെയ്തെടുക്കുന്നത്. ഒരു തലയിൽ ഇത് വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയുണ്ടാവും കാണാൻ. ഇപ്പം തന്നെ നല്ല ഭംഗിയില്ലേ കാണാൻ. അപ്പോൾ ഇങ്ങനെ ഇരിക്കും. അപ്പം നെക്സ്റ്റ് ബോ ഇവിടെ ഒട്ടിച്ചെടുക്കാം. അപ്പോൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് ഇതൊന്ന് സേഫായിട്ട് ഒന്ന് നിൽക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഫെൽറ്റ് ഷീറ്റ് ഒന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. ഫെൽറ്റ് ഷീറ്റിൻ്റെ ഒരു റൗണ്ട് പീസ് ഞാൻ എടുക്കുന്നുണ്ട്. അതിനെ 2 പീസായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് അതിൻ്റെ സെൻറ്ററിൽ ഒട്ടിച്ചെടുക്കുന്നുണ്ട്. നമ്മൾ ചെയ്ത ഒരു ബോൻ്റെത് വൈറ്റ് കളറായതുകൊണ്ട് തന്നെ വൈറ്റ് ഫെൽറ്റ് ഷീറ്റാണ് ഞാൻ വെച്ചൊട്ടിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് ഗ്ലൂ ഒന്ന് അപ്ലൈ ചെയ്തിട്ട് ഇതിൻ്റെ സെൻറ്ററിൽ ഒട്ടിച്ചെടുക്കാം.
അപ്പോൾ കൂടുതലായിട്ട് അത് സേഫ് ഇങ്ങനെ കുറച്ച് സ്ട്രോങ് ആയിട്ട് അവിടെ ഒട്ടിയിരിക്കും, ഇളകി പോകുന്നില്ല. അപ്പം അങ്ങനെ രണ്ടും ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മൾ ഈ ബോയില്ലേ, ഈ ബോവിൻ്റെ ഒരു ക്ലോത്തിൽ ഇങ്ങനെ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഇതുപോലത്തെ ഒരു ഹാഫ് ബീഡ് ഒട്ടിച്ചെടുക്കുക. ഇതൊരു ചെറിയ സൈസ് ഹാഫ് ബീഡാണ്. അപ്പോൾ ഇത് മൊത്തത്തിൽ ഒട്ടിച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ഇരിക്കും. ഇപ്പോൾ എങ്ങനെയുണ്ട്, അടിപൊളിയായില്ലേ? അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ളൊരു ഹെയർ ബാൻഡ്. ഇത് നിങ്ങളെ കുഞ്ഞുങ്ങൾക്ക് ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ തീർച്ചയായിട്ടും ചെയ്തു നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഹെയർ ബാൻഡൊക്കെ. അപ്പോൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ്, ലൈക്ക്, കമൻറ്റൊക്കെ ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിലായിട്ട് അടുത്ത ദിവസം വരാം ഇൻഷാ അല്ലാ. ബായ്.